യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പറയുന്ന കേട്ടാ തോന്നും ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന്. ഇഷ്ടമില്ലാത്ത ഒരുത്തെ എന്റെ തലയിൽ കെട്ടിവെച്ച് തന്നു. പക്ഷേ ഞാൻ അവളുടെ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല, ഭാര്യയായി കണ്ടിട്ടുമില്ല. പിന്നെന്താ പ്രശ്നം? എന്റെ ജീവിതത്തിൽ ഞാനൊരൊറ്റ പെണ്ണിനെ ഭാര്യയായി കണ്ടിട്ടുള്ളൂ. അത് ഈ നിൽക്കുന്ന വൈകയാണ്. ഇനി മരിച്ചാലും എത്ര ജന്മം ജനിച്ചാലും എനിക്കൊരാളേ ഉള്ളൂ എന്റെ പെണ്ണിന്റെ സ്ഥാനത്ത്. അതിവളാണ്. ആന്റി, ഞാൻ പറഞ്ഞില്ലേ ആന്റി, സുന്ദരി ഞാനുമായിട്ടുള്ള ബന്ധം എന്റെ തെറ്റല്ല. ഇനി അത് തെറ്റാണെങ്കിൽ ഞാനതിന് മാപ്പ് ചോദിക്കാം. ഞാൻ പറഞ്ഞു വൈകിയോട്, ഒന്നും വേണ്ട എനിക്ക്, ഒരു അടിമയെ പോലെ ജീവിച്ചോളാം ഞാൻ. പക്ഷെ ഇവളെ കാണാതെ, ഈ കുഞ്ഞിനെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്നോട് ഇതിനു മുൻപ് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ. ഒരിക്കൽ ഇവള് തന്നെ നിന്നെ ഇവിടുന്ന് ആട്ടിയിറക്കുമെന്ന്. അത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് യാചിച്ചിട്ടോ കെഞ്ചിയിട്ടോ യാതൊരു കാര്യമില്ല. മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക്. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോകുന്നൊരു ചിന്ത ആന്റിക്കുണ്ടെങ്കിൽ അത് വെറുതെ. അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല ആന്റി എനിക്ക്. ഇനിയിപ്പോ ഞാൻ ഇറങ്ങി പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ പോയേക്കാം. പക്ഷേ ഞാൻ വൈകയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകും. എന്താ വൈക, നമുക്ക് പോയാലോ? വൈക, മോളെ ഒന്നിങ്ങിത്താ, ഞാനൊന്ന് എടുക്കട്ടെ എന്റെ കുഞ്ഞിനെ. ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ എന്റെ പൊന്നുമോക്ക്. ഇനി താ വൈക, വൈക പ്ലീസ്. എടാ, നമ്മുടെ കുഞ്ഞല്ലേ ഇത്. നമുക്ക് മോളെയും കൊണ്ട് ഒരുമിച്ച് ജീവിക്കണ്ടേ? എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ നമ്മള്. ആ സ്വപ്നങ്ങളെല്ലാം സത്യമാവണ്ടേ വൈക? നീങ്ങി തന്നേ, ഞാനൊന്ന് എടുക്കട്ടെ അവളെ. വാ മോളെ, വാ. മാറി നിൽക്ക് കാർത്തിക്. എന്താ ആന്റി ഇത്? ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ. അവളുടെ കയ്യിലിരിക്കുന്നത് അവള് പ്രസവിച്ച എന്റെ കുഞ്ഞ. ഇതിന്റെ ഇടയിൽ കയറി മാറി നിൽക്കാനൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എല്ലാവർക്കും ഒരു തോന്നല് കാണും. കാർത്തിക്ക് വന്ന് യാചിക്കുകയും കാല് പിടിക്കുകയും മാപ്പിരക്കൊക്കെ ചെയ്യുമ്പോ പരാജയപ്പെട്ട് നിൽക്കുന്നവനാവനെന്ന്. അതെ, പരാജയപ്പെട്ടവൻ തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നെഞ്ചുറപ്പുള്ളവൻ തോറ്റാൽ അത് ഡേഞ്ചറസ്. ഡേഞ്ചറസ്. പിന്നെ അവൻ എന്തും ചെയ്യും. ചെയ്യണോ? ചെയ്ത് കാണിക്കണോ? ആട്ടിയിറക്കി വിട്ടിട്ടും എങ്ങോട്ട് ഒളിച്ചോടി പോവാതെ, ചാവാതെ ഇപ്പോഴും കാർത്തിക് ജീവനോടെ ഇരിക്കുന്നത് എന്തിനാണെന്നറിയാം? എനിക്കിത് ഇവളുടെ കൂടെ ജീവിക്കാൻ, എന്റെ മോളുടെ കൂടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ. അതിനായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആവണമല്ലോ, അതിനാണല്ലോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കൊണ്ടുപോകും ഞാൻ. വാ വൈക, നമുക്ക് പോവാം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വാ. ഈ നാടും വീടും ഒക്കെ വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവാം. നീ മോളെ എങ്ങിട്ടാ?
താ വൈക. മോളെ തരാനല്ലേ പറഞ്ഞത്? വൈക, വൈക. എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും നിങ്ങൾ മുറിക്കാത്തിട്ട് പൂട്ടിയല്ലേ? ഞങ്ങളെ അകറ്റണമെന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലേ? അത് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളെ അങ്ങ് കൊല്ലും. എന്താ, കൊല്ലട്ടെ? എനിക്ക് ഉറപ്പാണ് എന്റെ മോളെ അപായപ്പെടുത്തിയത് അവൻ തന്നെയാ, ആ കാർത്തിക്. കണ്ടില്ലേ, അവനവന്റെ ഭാര്യയും കൊച്ചിനെയും കാണാനില്ലാന്നും പറഞ്ഞ് പരാതി എഴുതിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു. എന്താ അവന്റെ ഉദ്ദേശം? ആ പരാതിയിൽ മിക്കവാറും എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെക്കുറിച്ചും സുന്ദരിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും. അതിന്റെ പേരിൽ നമ്മളെ ഒന്നുകൂടെ കൊടുക്കണം, അത് തന്നെയാണ് അവന്റെ മനസ്സിലിരിപ്പ്. എന്തായാലും ആ SI അന്വേഷിക്കാന്ന് പറഞ്ഞല്ലേ, അവരത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും ചെയ്യും. പഴയ പോലൊന്നും അല്ല കാര്യങ്ങൾ. ഒരുപാട് സ്ഥലത്തൊന്നും അന്വേഷിക്കണ്ട, അവനെ പിടിക്കണം. പിടിച്ച് നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്താ അവൻ തന്നെ പറയും അവൾ എവിടെയുണ്ടെന്ന്. അവന്റെ കൈ തന്നെ എന്റെ മോളിപ്പോ, അതെനിക്ക് ഉറപ്പാ. അല്ല മല്ലികെ, കാർത്തി എന്തിനു സുന്ദരിയെ പിടിച്ചു വെക്കണം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മല്ലികാമ്മ പറഞ്ഞതിനും കാര്യമുണ്ടമ്മേ. വൈകമാടവും കുഞ്ഞും എവിടെയുണ്ടെന്ന് സുന്ദര ചേച്ചിക്ക് അറിയാവുന്ന അങ്ങേര് ഇപ്പോഴും കരുതിയിരിക്കുന്നേ. സുന്ദരിക്ക് അറിയാമെന്നല്ലോ അമ്മ പറയുന്നത്. സുന്ദരി വൈകിയെ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നല്ലേ പറയുന്നത്. ഓഹോ, അവനിപ്പോ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഉറപ്പായി. എന്റെ മകളെ പിടിച്ച് കൈവശം വെച്ചിട്ട് ചോദ്യം ചെയ്താ ഗതികെടുമ്പോ അവള് പറയുമെന്നായിരിക്കും അവന്റെ വിചാരം. ആങ്ങളെ, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് കാർത്തിക് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.